ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട് ചരിത്രപരമായി. പ്രതിപക്ഷത്തായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭണമാണ്. ഭരണപക്ഷത്തായാലും പ്രക്ഷോഭണം നടത്തും. സമരവും ഭരണവും നിയമസഭ പറഞ്ഞതിനാണ്. അതൊക്കെ എല്ലാവരും മറന്നുപോയത്. അന്ന് ആക്ഷേപിച്ചു. എന്ന് വെച്ചാൽ ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നം തീരത്തില്ലെന്നാണ്. അത് മാർക്സിസമാണ്. അത് പഠിച്ചവർക്ക് അറിയത്തുള്ളൂ. അത് പഠിച്ചവർക്കറിയാം. മാർക്സിസം പഠിക്കാതെ മാർക്സിസ്റ്റാണ് ഇവിടെ ഉണ്ടായില്ല. അത് വായിച്ചു പഠിക്കണം. അത് പറയാൻ എം ഡി ഭാസ്കരനായിരുന്നു വരേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ലെങ്കിലും ഇതൊക്കെ ഞങ്ങളുടെ നൽകിയതുകൊണ്ട് അദ്ദേഹം വരേണ്ട കാര്യം. അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഇളക്കം. എന്നോടൊരു പത്രലേഖനം വിളിച്ചു, എന്തെങ്കിലും പറയാനോ? ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്നാ ഇതിനെപ്പറ്റി പറയുന്നത്? ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, മിണ്ടിയില്ലല്ലോ. അദ്ദേഹത്തിന് തോന്നി പറഞ്ഞുകൊണ്ടായിരുന്നു. ഉടനെ കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് ഉൾപ്പെടി ഓരോരുത്തരൊക്കെ പറഞ്ഞു തുടങ്ങാം. ഇതുവരെ എന്താ പറയുന്നത്? അത് തന്നെ ഭീരുത്വമാണ്. എം ഡി വാസുദേവൻ പറയുന്നിടം വരെ പറയാനുണ്ടായിരുന്നെങ്കിൽ പറയണമെന്നല്ല ഞാൻ പറയുന്നത്. പത്രലേഖകന്മാരെ ഞാൻ പറയുന്ന എഴുതാവില്ല, അർത്ഥം മനസ്സിലാക്കി എഴുതണം. പറയണമെന്നല്ല, ഇപ്പൊ പറയാനുണ്ടായത് എന്താ നേരത്തെ പറയാനേ? അതും വെറുതെ ഷോയാണ്, ആത്മാർത്ഥതയില്ലാത്തതാണ്. എത്ര വലിയ ആള് പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങളും പറയുന്നു. പക്ഷെ അത് ഏറ്റു പറയാത്ത ഒരാളുണ്ട്, ചി പത്മനാഭൻ. അദ്ദേഹം സാധാരണ പറയുന്ന ആളാണ്. ഇത് അദ്ദേഹം ഒന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വലിയ വിപ്ലവമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം പറഞ്ഞ നല്ല കാര്യം. അദ്ദേഹം പറഞ്ഞില്ല. അത് ഒരാളെ പറ്റിയാണോ എല്ലാവരെ പറ്റിയാണോ ഒന്ന് പല അഭിപ്രായം. ഇടതുപക്ഷക്കാരിലും പല അഭിപ്രായം, മന്ത്രിമാരുടെ പല അഭിപ്രായം ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പറയുക. അതൊന്നും പറയേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും പറയേണ്ട കാര്യം ഗവൺമെന്റിനോടല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഗവൺമെന്റിനോട് പരിശോധിക്കാനൊന്നും പറഞ്ഞു. അദ്ദേഹം ജനങ്ങളോടാണ് പറഞ്ഞത്. അത് അദ്ദേഹം പണ്ടും പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ വളരെ ഒരു ബൗദ്ധിക എളിമയോടും പ്രായോഗിക ബോധത്തോടും അല്ലാതെ എന്തോ കേരളത്തിലൊരു ആറ്റം ബോംബ് വീണു എന്ന മട്ടിൽ ചർച്ച ചെയ്യുന്നതിന് ശരിയാണോ? നമ്മുടെ അപക്വതയല്ലേ, പക്വതയില്ലായ്മയല്ലേ? പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ 60 വർഷമാണ് പ്രവർത്തിക്കുകയല്ലേ. 60 വർഷമാണ് ഞാനിത് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ അച്ചടക്കലങ്ങനെ അല്ലല്ലോ, എനിക്കറിയാമല്ലോ. പാർട്ടിയുടെ നയമാണ് പറയുന്നത്. ഇതാണ് പാർട്ടിയുടെ നയം. പാർട്ടിയുടെ നയം അതാണ് ഭരണവും സമരവും നിയമസഭ പറഞ്ഞത്. അതൊരു കാലത്തും കാലാഹരണപ്പെടുത്തല്ല.